ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1202 ആണ്ടിൽ, അതായത് 2026-27 കാലഘട്ടത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന മാറ്റത്തെ പറ്റിയാണ്. മീനൻ രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ നിർണായകമായ പല ഗ്രഹമാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വ്യാഴം, ശനി, രാഹു, കേതു എന്നീ പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, തൊഴിലിൽ, അതുപോലെ സാമ്പത്തികത്തിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, ഈ മേഖലകളിലൊക്കെ എത്തരം അനുഭവങ്ങളാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോയുടെ അവസാനം പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ആദ്യമായി ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലാണ്, നിങ്ങളുടെ 5-ാം ഭാവത്തിൽ. തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലേക്കും, അതിനുശേഷം 2027 ജൂൺ 25 വരെ കർക്കിടകത്തിലേക്കും തുടർന്ന് ചിങ്ങത്തിലേക്കും രാശി മാറുന്നുണ്ട്. 2027 ജൂൺ മാസം വരെ ശനി നിങ്ങളുടെ ജന്മരാശിയായ മീനത്തിൽ തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ജന്മശനി കാലഘട്ടമാണ്. അതിനുശേഷം അത് മേടൻ രാശിയിലേക്ക് രാശി മാറുന്നുമുണ്ട്. ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് മകരൻ രാശിയിലേക്കും കേതു കർക്കിടകൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതി മുൻനിർത്തിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിവിധ ജീവിത മേഖലയെപ്പറ്റി വിശകലനം ചെയ്യുന്നത്. ആദ്യം തൊഴിൽ എങ്ങനെ പോകുമെന്ന് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖല പരിശോധിച്ചാൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുക. ജന്മശനിയുടെയൊക്കെ സ്വാധീനം ഉള്ളത് കാരണം ജോലിസ്ഥലത്ത് നല്ല രീതിയിലുള്ള അധ്വാനവും ഉത്തരവാദിത്തങ്ങളും ഒക്കെ വർദ്ധിക്കുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്ന് വിചാരിച്ചത്ര ഒരു സഹകരണവും ലഭിക്കണമെന്നില്ല. എന്നാൽ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കഴിവുകളൊക്കെ മേലധികാരികളെ തിരിച്ചറിയുകയും അംഗീകാരമൊക്കെ പിന്നീട് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴം കർക്കിടകത്തിലൊക്കെ നിൽക്കുന്ന സമയം, പ്രത്യേകിച്ച് 2026 ഒക്ടോബർ വരെയും 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും വളരെയധികം അനുകൂലമാണ്. ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം രാഹു 11-ാം ഭാവത്തിലേക്ക് രാശി മാറും. അതോടെ തൊഴിൽ രംഗത്തെ നല്ല രീതിയിലുള്ള പുരോഗതിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനക്കയറ്റവും പുതിയ അവസരങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. വിദേശത്തൊക്കെ തൊഴിലിന് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ നല്ല വാർത്തകളൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1202 ആണ്ടിൽ ഉത്രട്ടാതിക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ വളരെ ആശ്വാസമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 5-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലേക്കും 9, 11 ഭാവത്തിലേക്കും ഒക്കെ പതിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ധനലാഭത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ ധനലാഭം, പ്രതീക്ഷിക്കാതിരിക്കുന്ന വഴികളിലൂടെയൊക്കെയുള്ള ധനലാഭം ഈ സമയത്ത് ഉണ്ടായേക്കാം. കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യതകളൊക്കെ ഒരു പരിധി വരെയൊക്കെ വീട്ടാനും സാധിക്കുന്നതാണ്. 2026 ഡിസംബറിന് ശേഷം രാഹു 11-ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുന്നുണ്ട്. അത് നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ വർദ്ധിപ്പിക്കും. പുതിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലൊക്കെ ആ സമയത്ത് തെളിയുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ശനി ജന്മരാശിയിലാണ്. ആ ശനി ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകളും ആഡംബരങ്ങളും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മോഹമൊക്കെ ഉണ്ടാകും, അതൊക്കെ നിയന്ത്രിക്കണം. ചിങ്ങൻ രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ 2026 നവംബർ മുതൽ 2027 ജനുവരി വരെ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അതിനാൽ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അല്പം ജാഗ്രതയും പാലിക്കേണ്ടതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നിമിഷങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 5-ാം ഭാവത്തിലൊക്കെ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ വളരെ കാലമായിട്ട് സന്താനങ്ങളില്ലാതൊക്കെ വിഷമിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം സന്താന ഭാഗ്യത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി
എന്തെങ്കിലും ചികിത്സയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ചികിത്സയൊക്കെ ഫലിക്കുകയും ചെയ്യുന്ന സമയമാണ്. അതുപോലെ വിവാഹപ്രായമെത്തിയ യുവാക്കൾക്ക് നല്ല ആലോചനകളൊക്കെ വരാനും മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും സാധ്യതയേറെയാണ്. ജന്മശനിയും 5-ാം ഭാവത്തിൽ കേതു നിൽപ്പുണ്ട്. അത് ഡിസംബർ 5-ന് ശേഷമായിരിക്കും ആ കേതു മാറുന്നത് 5-ാം ഭാവത്തിലേക്ക്. അത് ഈ ഡിസംബർ 5-ന് ശേഷം പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ മക്കളുമായിട്ടോ ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഈ ഡിസംബർ 5-ന് ശേഷം കാരണമായേക്കാം. പരസ്പര വിശ്വാസത്തോടെയും ക്ഷമയോടെയും ഒക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുടുംബ ബന്ധം നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ മികച്ച അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഈ മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിജയമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഗവേഷണമൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലമാണ്. വിദേശത്തൊക്കെ പോയി ഉന്നത പഠനം ഒക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഉത്രട്ടാതിക്കാരെ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുണ്ട്. ജന്മശനിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. അതിനാൽ അമിത ക്ഷീണം, അതുപോലെ മാനസികമായ സമ്മർദ്ദം, കാൽമുട്ട് അല്ലെങ്കിൽ പാദങ്ങളിൽ ഒക്കെ വേദന എന്നിവയ്ക്കൊക്കെ ചിലപ്പോൾ കാരണമായേക്കാം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമാക്കുന്നത് മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള ഉന്മേഷവും നൽകുന്നതാണ്. 2027 ജൂണിന് ശേഷം ശനി മേടത്തിലേക്കൊക്കെ മാറുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ശമനമൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ഈ വർഷത്തെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുമായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശനിദോഷ ജന്മശനി ദോഷത്തിന് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക, അതുപോലെ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് മനഃശാന്തിയും ഐശ്വര്യവും ഒക്കെ നൽകുന്നതാണ്. അത് ദിവസവും ജപിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ പ്രീതിക്കായിട്ട് നാഗരാജാവിന് 100 പാലും വഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും, പ്രത്യേകിച്ച് ഡിസംബർ 5-ന് ശേഷം. ചുരുക്കത്തിൽ 1202-ാം ആണ്ടിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും അധ്വാനഭാരവും ഒക്കെ ഈ തുടക്കത്തിൽ അനുഭവപ്പെടാമെങ്കിലും വർഷത്തിൻ്റെയൊക്കെ പകുതിയോടെ വലിയ സാമ്പത്തിക പുരോഗതിയും തൊഴിൽപരമായ ഉയർച്ചയൊക്കെ തേടിയെത്തുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.